ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബ്ലഷ് വിത്ത് ആര്യ. സോ ഞാൻ കുറേ നാളായി ഫേസ് പാക്കിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ കുറേ നാളായി ഞാൻ ട്രൈ ചെയ്യുന്നൊരു ഫേസ് പാക്കും കൂടിയാണ് കേട്ടോ. അതായത് ഫേസ് ഭയങ്കര ഡള്ളായിട്ടിരിക്കുമ്പോൾ, ഫേസിൽ നല്ല ഡെഡ് സെൽസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്തും, അതുപോലെ തന്നെ സ്കിൻ ഭയങ്കര എന്താ പറയുക, ഒരു ഉഷാറ് വരുത്താൻ, സ്കിന്നിനൊരു ബ്രൈറ്റ്നെസ് തരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണിത്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെയാണ്, അവിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിൽ വെച്ചിട്ട് അവിൽ കഴിക്കാനൊക്കെ നല്ലതാണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഈ അവിൽ വെച്ചിട്ട് ഈ ഫേസ് പാക്കിലിടുമ്പോൾ എന്താണ് ഗുണമെന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, അവിൽ നല്ല എന്താ പറയുക, വൈറ്റമിൻസ് നന്നായിട്ട് അടങ്ങിയിട്ടുള്ള ഒന്നാണ് അവിൽ എന്ന് പറയുന്നത്. സോ റൈസ് ഫ്ലേക്സ് എന്ന് ഇതിനെ പറയും കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഫേസിലിടുമ്പോൾ ഫേസിൽ നല്ല ഒരു തണുപ്പ് തരാനും, സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ആക്കാനും, ഞാൻ പറഞ്ഞ പോലെ ഡെഡ് സ്കിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് സ്കിൻ നല്ല സോഫ്റ്റ് ആക്കാനും, ഇതുപോലെ നല്ല തിളക്കത്തിലിരിക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കും കൂടിയാണ് ഈ ഒരു അവിൽ വെച്ചിട്ടുള്ള ഫേസ് പാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അവിൽ മാത്രമായിട്ടല്ല ഞാൻ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ സ്കിപ്പ് അടിക്കാതെ കാണാൻ എന്തൊക്കെ ഇതിൽ ചേർക്കുന്നതിൻ്റെയൊക്കെ കാണാം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണാം. അത് മാത്രമല്ല, എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് ആര്യ. അപ്പോൾ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത്, അവിലിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വീഡിയോസിൽ ഞാൻ ഇനി പറഞ്ഞുതരാം. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ നമുക്ക് അവിലാണ് വേണ്ടത്. വെള്ള അവിൽ വേണമെങ്കിൽ കിട്ടും. ഇങ്ങനത്തെ ഈ ഒരു കളറിൽ അവിലാണ് ഉള്ളതെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. വൈറ്റ് കളറുള്ള അവിൽ വേണമെങ്കിൽ എടുക്കാം, നോ പ്രോബ്ലം. പിന്നെ നമുക്ക് ഒരു 3-4 സ്പൂണ് അവിൽ നമുക്ക് എടുക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഓട്സ് ആണ്. 2 സ്പൂൺ ഓട്സ് നമ്മൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് പാലാണ് കേട്ടോ, റോ മിൽക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട്, അതായത് നമുക്കത് കുതിരാൻ വെക്കണം. ഒരു 10 മിനിറ്റ് കുതിരാൻ വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് അതിനാവശ്യമുള്ള പാല് നമ്മളതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ടും പാല് പോരാ എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ഒഴിച്ചിട്ട് നമ്മളൊന്ന് കുതിരാൻ വെക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഓട്സും ഈ ഒരു അവിലും കൂടി ഒരു 10 മിനിറ്റ് വെച്ചാൽ തന്നെ നന്നായിട്ട് സോക്ക് ചെയ്ത് കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മളത് മിക്സിൻ്റെ ജാർ എടുത്തിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മിക്സിൻ്റെ ജാർ എടുത്തിട്ട് നിങ്ങൾക്ക് അത് ഒന്ന് കുറുകി, അതായത് ഒന്ന് കുതിർന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ ഈ പാലൊന്ന് വറ്റിപ്പോവും. അപ്പോൾ വേണമെങ്കിൽ പാൽ കുറച്ചും കൂടി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. എന്നിട്ട് ഫേസ് ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ വാഷ് ചെയ്താൽ മതി. ഫേസ് വാഷ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് മുഖം ഒന്ന് നന്നായിട്ട് കഴുകുക കേട്ടോ. എന്നിട്ട് ഈ ഒരു പാക്ക് നമ്മൾ ഫേസിൽ നന്നായിട്ട്, ഇത് നല്ല തിക്കായിട്ട് ഇതുപോലെയാണ് കിട്ടുക. അപ്പോൾ തിക്കായിട്ട് നന്നായിട്ട് ഇട്ട് കൊടുക്കുക, ഫേസിലെല്ലാം അവിടെ ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ദിവസം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫസ്റ്റ് ഡേ ഇട്ടിട്ട് റിസൾട്ട് എന്തായാലും നമ്മുടെ ഫേസിന് ചെറിയൊരു ഗ്ലോയും ചെറുതായിട്ട് ബ്രൈറ്റൻ ആയ പോലെയൊക്കെ ഫസ്റ്റ് യൂസിൽ നമുക്ക് തോന്നുമെങ്കിൽ നമ്മളത് പെർമനൻ്റായിട്ട് കിട്ടണമെന്നെങ്കിൽ നിങ്ങൾ കുറച്ച് കൂടുതൽ ദിവസം നിങ്ങളതൊന്ന് ഉപയോഗിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഫേസ് പാക്കിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളാണ് ഈ ഒരു ഫേസ് പാക്ക് ഇടുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഫസ്റ്റ് തന്നെ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന ഡെഡ് സെൽസ് ഉണ്ടല്ലോ, എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ ഈ ഒരു പാക്ക് എന്ന് പറയുന്നത്. അതായത് സ്കിന്നിന് ഒട്ടും ഡാമേജ് ആക്കില്ല, പക്ഷെ നമ്മുടെ ഡെഡ് സ്കിൻസൊക്കെ എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. സ്കിൻ നന്നായിട്ട് സ്മൂത്ത് ആക്കാനും, സ്കിൻ നല്ല എന്താ പറയുക, നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു പാക്കും കൂടിയാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നിങ്ങളൊരു സ്കിൻ ബ്രൈറ്റനിങ് ആണ് ഉദ്ദേശിക്കണമെങ്കിൽ ആ ഒരു റിസൾട്ട് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ഇടുമ്പോൾ കിട്ടും. സ്കിൻ ബ്രൈറ്റനിങ് നന്നായിട്ട്, റൈസൊക്കെ അറിയാമല്ലോ, അപ്പോൾ ഈ റൈസ് ഫ്ലേക്സ് യൂസ് ചെയ്യണമെങ്കിൽ ധാരാളം വൈറ്റമിൻസ് ഉണ്ട്. നമ്മുടെ സ്കിന്നിന് ആവശ്യമുള്ള നല്ല ഗുണങ്ങളുള്ള കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. UV റേസിൽ നിന്നും പ്രൊട്ടക്ഷൻ തരാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതായത് നിങ്ങൾക്ക് സൺ ടാനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റി കിട്ടാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു പാക്കും കൂടിയാണ്. അപ്പം ഞാനത് കുറച്ച് നേരം കയ്യിലും ഞാൻ ഇട്ടിട്ടുണ്ട്. എന്താ റിസൾട്ട്, ചെറിയൊരു ചേഞ്ചസ് നിങ്ങൾക്ക് അറിയണമെന്നെനിക്ക് കയ്യിലും ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 20 മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ 20 മിനിറ്റ് വയ്ക്കുക, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് വയ്ക്കുക. ഒരുപാട് ഡ്രൈ ആയാലും കുറച്ച് വാഷ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ വാഷ് ചെയ്യണത് ഇതുപോലെ നന്നായിട്ട് വെള്ളം ആക്കിയിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. എന്നാലാണ് നമ്മുടെ ഡെഡ് സ്കിൻസൊക്കെ അത് പോവുള്ളൂ, ഇളകി പോവുള്ളൂ കേട്ടോ. പക്ഷെ ഒട്ടും നമ്മുടെ സ്കിന്നെ ഡാമേജ് ആക്കില്ല. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് സ്കിൻ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് വിടുക. എന്നിട്ട് വേണം ഫേസ് ഒന്ന് വാഷ് ചെയ്യാൻ കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യുമ്പോൾ
വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിലെ ടെക്സ്ചർ ഒന്ന് മാറ്റിയെടുക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നല്ലൊരു ടെക്സ്ചർ, അതായത് ഇപ്പോഴുള്ള ഒരു ടെക്സ്ചർ നല്ലൊരു ടെക്സ്ചറിലേക്ക് നമ്മുടെ സ്കിന്നൊന്ന് മാറ്റിയെടുക്കാനും ഹെൽപ്പ് ചെയ്യും. ഒരു തവണ ഈ ഒരു ഫേസ് പാക്ക് ഇട്ടാൽ മാത്രം റിസൾട്ട് കിട്ടുമെന്നല്ല ഞാൻ പറയണത്. കുറച്ച് നാൾ നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ചെറിയ ഒരു സ്കിൻ ഭയങ്കര ഡള്ളായിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫേസ് പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓട്സൊക്കെ നല്ലതാണ് നമ്മുടെ സ്കിന്നിന്, നന്നായിട്ട് സ്കിൻ ബ്രൈറ്റനിങ് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നും കൂടിയാണ്. പാലൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പാലൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് വാഷ് പോലെയാണ്. പാല് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ അപ്പോൾ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന അഴുക്കൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാത്തിനും ഒരുപോലെ ഹെൽപ്പ് ചെയ്യുന്നൊരു ഫേസ് പാക്കാണ്. നല്ല കിഡിലൻ ഫേസ് പാക്കാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഫേസ് പാക്കും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഇതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം നന്നായിട്ട്. അപ്പോൾ വാഷ് ചെയ്യുമ്പോൾ സ്കിൻ നല്ല ഒരു അതായത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല തണുപ്പാണ്. നമ്മളിത് ചെറിയൊരു ഡിഫറൻസ് കയ്യിൽ അറിയേണ്ടതെന്ന് ഞാൻ വിചാരിക്കണം. അതായത് പെട്ടെന്ന് നല്ല റിസൾട്ട് കിട്ടുമെന്നല്ല, ഏതൊരു ഫേസ് പാക്ക് ഇട്ടാലും നമുക്ക് റിസൾട്ട് കിട്ടും. കുറച്ചും കൂടി കണ്ടിന്യൂ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. സോ ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. പക്ഷേ എല്ലാ ഫേസ് പാക്ക് ഇടുമ്പോഴും നമുക്ക് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ആയ പോലെ തോന്നുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് അതായത് ആ കിട്ടിയ എഫക്റ്റ് കുറച്ച് കഴിയുമ്പോൾ അതൊന്ന് മാറുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. സോ നിങ്ങൾക്കിത് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങളിത് കണ്ടിന്യൂസ് ചെയ്യുക. ഒരു 10 ദിവസമൊക്കെ നിങ്ങളതൊന്ന് കണ്ടിന്യൂ ചെയ്ത് നോക്കൂട്ടെ, നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സ്റ്റോർ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ഡൗട്ട് ചോദിക്കുന്നവർക്ക് ഒരു 3 ദിവസമൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് അതിനൊരു ടൈം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ ഒരു 3 ദിവസമൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ടൈം ഇല്ലാത്തവരാണെങ്കിൽ ഒരു 20 മിനിറ്റ് വെക്കണമെന്നുള്ളൊരു 10 മിനിറ്റ് വെച്ചാൽ മതി. ടൈം ഉള്ളവരൊക്കെയാണ് ഒരു 20 മിനിറ്റ് വെച്ച് നന്നായിട്ട് ഡ്രൈ ആകുമ്പോൾ ഫേസ് ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഫേസ് പാക്ക് ഒന്നും അതായത് ഫേസ് വാഷ് ഒന്നും യൂസ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നല്ല റിസൾട്ട് തരും. സ്കിൻ നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കാനും ബ്രൈറ്റനിങ്, നമുക്ക് സ്കിൻ വൈറ്റനിങ് പെർമനൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ കറുത്ത പാടുകളൊക്കെ മാറ്റി സ്കിൻ നല്ല വൈറ്റനിങ് ആയിട്ട് ഇരിക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു അടിപൊളി പാക്കാണ്. മസ്റ്റ് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കും, നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുള്ളായി ഞാൻ പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.